അല്ലല്ല ഇത് തീർത്തിട്ടില്ലേന്നോ? എന്തൊരു ചോദ്യമാ. എത്ര വട്ടം ഇത് 60 FPS ഇത് ലിമിറ്റഡ് അല്ലേ ഇത് എന്റെ ഇത്? അല്ല എവിടെ അത് ഫുൾ സ്ക്രീൻ ഒക്കെ ഇത് വിൻഡോ ഫുൾ സ്ക്രീനാ. ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ FPS കിട്ടുന്നത്. 120 ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ആവുന്ന സമയത്ത് ഞാൻ ഫേസ് ക്യാം ഇടാൻ കേസ്. ഇതിന്റെ റെസൊല്യൂഷൻ എത്രയാ കിടക്കുന്നത്? ഇതിപ്പം 2K ആയിരിക്കും. അയ്യോ എന്റെ കണ്ണ്, അയ്യോ എന്റെ കണ്ണ് പോയി. ഗ്ലിച്ച് ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ അകത്ത്, കറി തെറിച്ചു പോയാൽ. ഇല്ല റെസൊല്യൂഷൻ എവിടെ കിടക്കണം? സ്ക്രീൻ റെസൊല്യൂഷൻ ഇത് പറ്റിയാ മതി. സ്ക്രീൻ റെസൊല്യൂഷൻ 1080 ഒന്നും അല്ലായിരുന്നു ബ്രാവോ കിടന്നേ, കണ്ടോ? 2K എന്തോ തോന്നല്ലേ? അല്ലല്ല 2K അല്ല, അത് വേറെന്തോ വൃത്തിയായിട്ട് റെസൊല്യൂഷനിലാണ് കിടന്നേ. ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നല്ലോ സ്ക്രീൻ. ഇത് എവിടെയായിരുന്നു? നേരെ നേരെ പേഷ്യൻസ് ഇല്ലാത്തവർക്ക് പറ്റിയതല്ല ഈ കളി. പേഷ്യൻസ് വേണം ഈ കളി കളിക്കാൻ. ബ്രാവോക്ക് അറിയോ, എന്റെ ആസ് എ സ്ട്രീമർ എന്റെ സക്സസ് പോലും പേഷ്യൻസാ. അത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ്. സത്യം. എത്ര വർഷം നമ്മളെ വ്യൂവേഴ്സ് അതാ പേഷ്യൻസിന്റെ ഇതായിരുന്നു നമ്മളുടെ തമ്മിലുള്ള സത്യം. നമുക്ക് പക്ഷെ ആ പേഷ്യൻസ് അല്ലായിരുന്നു, നമുക്ക് രണ്ടുപേരും മെന്റൽ പേഷ്യൻസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ആ സമയത്ത് മനസ്സിലായോ? അതല്ലായിരുന്നു, നമ്മൾ മെന്റൽ പേഷ്യൻസ് ആയിരുന്നു നമ്മൾ ആ സമയത്ത്. അതൊരു പേഷ്യൻസ് ആണല്ലോ. അതെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സമയദോഷമാണ്. അങ്ങോട്ട് അവിടല്ലേ അവിടെ അത് കണ്ടോ നേരെ അതിലോട്ട് ചാടി കയറണം. അവിടെ ഒന്നും ചാടി ഒരിക്കലും കയറാൻ പറ്റൂല. ജമ്പ് നോക്കിക്കളെ, അപ്പഴേ നമ്മൾ അറിയത്തുള്ളൂ. എല്ലാരും ട്രൈ അല്ലേ? കണ്ടോ ഇവിടുന്ന് എങ്ങനെ പോവും ഞാന്? ഇങ്ങനെ റൈറ്റിലോട്ട് ചാട്, റൈറ്റിലൊരു വഴിയുണ്ട്. റൈറ്റിലെ പൈപ്പിലോട്ട് നേരെ നിക്കണേ, നേരെ ഇല്ലെങ്കിൽ കമ്പി തട്ടി തറയിൽ പോകും. അയ്യോ ജസ്റ്റ് ഇനി പുറകില്ലേ, പുറകില് ഇത് വഴിയല്ല, തിരിച്ച് പുറകിലായിരുന്നു വഴി. അങ്ങോട്ടില്ല താഴ്ന്നിട്ട് പോണോ? റീസ്റ്റാർട്ടില്ല. ഇവിടെ ലൈവ് ഇട്ട് നിങ്ങൾ ലൈവ് കണ്ടാണ് ഇത് പറയണേ? അല്ല ലൈവ് കണ്ടാ എടാ മൊണ്ണെ, നിനക്കിത് കളിക്കാൻ കഴിവില്ലെന്നോ നിനക്കറിയാം, മോളിൽ എത്തത്തില്ലാന്ന് നിനക്കറിയാം. പല തെളിയിച്ച കാര്യമാ. നീ ആ തേങ്ങയായിട്ട് വല്ല ബീച്ചിന്റെ ബീച്ചിന്റെ കരക്കെങ്ങാനും പോയിരിക്കുക, നല്ലത്. ഇത് 10 ദിവസം അടി കൂടിരുന്ന് കളിച്ചിട്ട് പോലും പകുതി പോലും എത്തിയില്ല. അതെന്റെ ഈഗോ ഹേർട്ട് ചെയ്ത് ജോക്കി, സത്യം പറയാം. എന്റെ ഈഗോ ഹേർട്ടായി. ബ്രാവോ നീ ഭയങ്കര മോട്ടിവേഷൻ അല്ലാടാ ബ്രാവോ നീ. എടാ ഇത് നിനക്ക് അറിയാത്തോണ്ടാ ഇതിന് പിന്നിലെ കഥ. നീ പണ്ട് KVL മറ്റേ അടിയാക്കുന്ന സമയമായിരുന്നു ഇതൊക്കെ, മനസ്സിലായോ? നീ എൻജോയ് ചെയ്തിട്ടില്ലടാ ഇവൻ താഴെ വീടുന്ന കണ്ടിട്ട്. നീ ഓർമ്മയില്ലാന്നാ ഉറപ്പാണ്. ഇത് നമ്മള് വഴി തെറ്റിപ്പോയതാണ്.
എന്നാ ഞാൻ എന്റെ എടാ മുച്ചിരി നിനക്കൊന്നും ഉറക്കമില്ലടാ. മണിയായിട്ടാ. മണി സ്കൂളൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ. അത് വേറെ ഏതോ യൂണിവേഴ്സ്. നമ്മളെ ഇത് ഇങ്ങനെ പേടിച്ച് കളിക്കുമ്പോഴേ ഇത് ഭയങ്കര സിമ്പിൾ ആക്കി കളിച്ച ഇത് ഈസിയാ. എടാ ഇതൊന്ന് താഴെ വീഴാതെ ഒരു തവണ മറ്റേ ആനയുടെ അവിടെ വരെ എത്തൂ. പിന്നെ ഈ അതൊക്കെ ഈസിയാ ജോക്കി. ഇവിടം വരെ എത്തിയോ? തറയെ വീഴാതെ ഒരു വട്ടം ആന എടുക്കാൻ എത്തി കഴിഞ്ഞാ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ 6-ാം തീയതി ലൈവ് വരാം. ഉറപ്പ് ഉറപ്പ്. അപ്പൊ 6-ാം തീയതി പറ്റത്തില്ല. 7-ാം തീയതി ജോക്കിയുടെ ലൈവ് കാണാൻ റെഡി ആയിരുന്നു. ഈ ഒറ്റ ട്രൈയില് അല്ല രണ്ട് ട്രൈ ജോക്കി. ഞാൻ ഇത് കേറിയിട്ട് ജോക്കി ലൈവ് വന്നില്ല. ജോക്കി ശുക്ലമണിയാ. എടാ ഞാൻ ലൈവ് വരുന്നാ പറഞ്ഞ, അല്ലാണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞത്. നീ ചാടാദ്യം താഴെ വീടണേ. അല്ല ഇതുവഴിയല്ല, ഇതുവഴി പോവാം. എല്ലാരും ജോക്കിയുടെ ലൈവ് കാണാൻ റെഡിയായി സന്തോഷത്തോടെ ഇരുന്നു. ബാക്കി 2028 ആയാലും ഇനി വരേണ്ട ആവശ്യമില്ല. തളർത്താൻ പല കുണ്ടകളും പലതും പറയും. കുറേ മനസ്സ് കോൺസെൻട്രേഷൻ അത്ര